ലോകം വീണ്ടും യുദ്ധത്തിന്റെ തീയിൽ കത്തുകയാണ്. അധികാരം കൈവശമുള്ള ചില ഭരണാധികാരികളുടെ പക്വതയില്ലാത്ത തീരുമാനങ്ങൾ മനുഷ്യരാശിയെ ഇരുണ്ട വഴികളിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു. രാജ്യങ്ങളുടെ അതിർത്തികൾ ലംഘിക്കപ്പെടുന്നു. സ്വാതന്ത്ര്യവും പരമാധികാരവും ചവിട്ടിമതിക്കപ്പെടുന്നു. സാധാരണ ജനങ്ങൾ, സ്ത്രീകളും കുട്ടികളുമടക്കം യുദ്ധത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നു. ഇത് ഒരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് മുഴുവൻ മനുഷ്യരാശിയുടെ ദുഃഖമാണ്. അധികാരത്തിന്റെ അഹങ്കാരവും വൻ ശക്തികളുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ, സൈനിക ശക്തിയുടെ പ്രദർശനം ഇവയെല്ലാം ചേർന്ന് ലോകത്ത് അശാന്തി വിതക്കുകയാണ്. ആയിരക്കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെടുമ്പോൾ ലോകരാജ്യങ്ങൾ പലപ്പോഴും കാഴ്ചക്കാരായി നിൽക്കുന്നത് സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഐക്യരാഷ്ട്രസഭ എന്ന അന്താരാഷ്ട്ര വേദിയുടെ പ്രസക്തിയെക്കുറിച്ച് ലോകമെമ്പാടും ചർച്ചകൾ ഉയരുകയാണ്. എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ നീതി ഉറപ്പാക്കുന്ന വൻ ശക്തികളുടെ താൽപ്പര്യങ്ങൾക്ക് അതീതമായ ഒരു സംവിധാനമായി അതിനെ പുനഃസംഘടിപ്പിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അത്യാവശ്യമാണ്. സമാധാനം ഒരു വാക്ക് മാത്രമല്ല, അതൊരു മനുഷ്യാവകാശമാണ്. ഓരോ കുഞ്ഞിൻ്റെയും ചിരി, ഓരോ അമ്മയുടെയും സുരക്ഷ, ഓരോ രാജ്യത്തിൻ്റെയും മാന്യത, ഇവയെ സംരക്ഷിക്കുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയ നേതൃത്വം. ലോകരാജ്യങ്ങൾ ശക്തികളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അല്ല, മനുഷ്യരുടെ ജീവനും മാന്യതയും മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കണം. യുദ്ധം ഒരിക്കലും പരിഹാരമല്ല, സംവാദമാണ് വഴി. നീതിയാണ് ശക്തി, സമാധാനമാണ് മനുഷ്യരാശിയുടെ ഭാവി. ലോകം ചോദിക്കുന്നു, ഇനി എത്ര ജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രമേ സമാധാനത്തിന് മുൻഗണന ലഭിക്കൂ എന്ന്. ഇത് മനുഷ്യരാശിയുടെ നിലവിളിയാണ്. അമേരിക്ക ഇറാനിലേക്ക് നടത്തിയ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളൊന്ന് കാണാം. നമ്മളിപ്പോൾ കാണുന്നത് അത് ഇറാൻ്റെ തീരത്ത് നിൽക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകളിൽ നിന്നുള്ള ആക്രമണമാണ്. ഇത് അമേരിക്കൻ സെൻട്രൽ കമാൻഡ്, അമേരിക്കയുടെ സൈന്യത്തിൻ്റെ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അതായത് അമേരിക്ക നേരിട്ട്, അത് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ തുടങ്ങിയതാണ് ഈ ആക്രമണം. നമുക്ക് കാണാം, അത് പകൽ തന്നെ നടത്തിയ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ്. അവർ മിസൈൽ ആക്രമണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു എന്ന് യുദ്ധത്തിന്റെ അതിഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട ദൃശ്യമാണ് നമുക്ക് മുൻപിലേക്ക് ഇപ്പോൾ എത്തുന്നത്. അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾ അത് നേരത്തെ തന്നെ ഈ യുദ്ധത്തിലേക്ക് ഈ സാഹചര്യം കടന്നു പോകുന്നു എന്നതിൻ്റെ, അല്ലെങ്കിൽ അതിന് സൈനിക സംവിധാനങ്ങളും ഒക്കെ കൂടുതൽ അണിനിരത്തുന്നതിൻ്റെ ആദ്യ കാഴ്ചയായിരുന്നു ഈ കപ്പലുകളൊക്കെ അണിനിരുന്നത്. ഇപ്പോൾ അവിടെ നിന്നുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇറാൻ ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിലേക്ക് നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ. בסדר?